ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ, അഭിന്നക ഗുണനം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ നമ്മൾ ഗുണിക്കാനാണ്, മൾട്ടിപ്ലൈ ചെയ്യാനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ദേ √2 ഇൻറ്റു √3 എങ്ങനെ ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യാൻ ചോദിച്ചാൽ, ഗുണിക്കാൻ ചോദിച്ചാൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഏത് നമ്പറാണെങ്കിലും രണ്ടും കൂടി ഗുണിക്കുക, 2 ഇൻറ്റു 3 ചെയ്യുക. അപ്പോൾ ആൻസർ എത്ര കിട്ടി? √6. ഇപ്പോൾ √5 ഇൻറ്റു √3 ചോദിച്ചാൽ എങ്ങനെ ചെയ്യും? സിമ്പിളായിട്ട് റൂട്ട് എടുക്കുക, 5ഉം 3ഉം കൂടി ഗുണിച്ചെഴുതുക. അപ്പോൾ ആൻസർ എത്ര കിട്ടി? √15. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. മൾട്ടിപ്ലൈ ചെയ്യാൻ ചോദിച്ചാൽ √x ഇൻറ്റു √y എന്ത് വന്നാലും റൂട്ടിൻ്റെ അകത്ത് അത് രണ്ടും കൂടി ഗുണിച്ചെഴുതുക. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് 1-2 ചെറിയ കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. അതേ ശ്രദ്ധിച്ചേ, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞു ഈ √3യും കൂടി ഗുണിക്കാൻ പറഞ്ഞാൽ എത്ര കിട്ടും? ഇപ്പൊ പറഞ്ഞ രീതിയിലാണെങ്കിൽ എത്ര ആൻസർ വരും? എന്ത് നോക്കിയേ, റൂട്ടിന്റെ അകത്ത് ഈ 3ഉം കൂടി ഗുണിച്ചെഴുതാം അല്ലേ? അപ്പൊ ആൻസർ എത്ര കിട്ടി? √9 എന്ന് കിട്ടി. എടാ √9 എത്രയാണ്? 9 എന്തിന്റെ സ്ക്വയർ ആണെന്നാ ചോദ്യം. √9ന്റെ സ്ക്വയർ, √9 എന്ന് പറയുന്നത് 3 ആണ്. 3 എഴുതി, 3ന്റെ സ്ക്വയർ ആണ് 9 അല്ലെ? അതുപോലെ അടുത്ത് നോക്കിയേ, ഞാൻ √5 ഇൻറ്റു √5 ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ആൻസർ എത്ര വരും? റൂട്ടിന്റെ അകത്ത് ഈ 5 ഇൻറ്റു 5 ചെയ്യണം. അപ്പൊ എത്ര കിട്ടി? √25. √25 എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ ആണ് 25. അപ്പൊ 25ന്റെ റൂട്ട് എത്രയാണ്? 5. എടാ ഇപ്പൊ നിങ്ങൾ നോക്കിയേ, √3ഉം കൂടി ഒരേ സാധനം ഗുണിച്ചപ്പോൾ ഉത്തരം ആ നമ്പർ കിട്ടി. ഒരേ സാധനം ഗുണിച്ചപ്പോൾ ആ നമ്പർ കിട്ടി. ഇവിടെ ഒരേ സാധനം അല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഗുണിച്ചെഴുതിയത്. അപ്പൊ നോക്കിയേ, ഈ √6ഉം √6ഉം കൂടി ഗുണിച്ചാൽ ഉത്തരം എത്രയായിരിക്കും? 6. √7ഉം കൂടി ഗുണിച്ചാൽ ഉത്തരം എത്രയായിരിക്കും? 7. അതുപോലെ √8ഉം കൂടി ഗുണിച്ചാൽ ഉത്തരം എത്രയായിരിക്കും? 8. രണ്ടും ഒരേ നമ്പറുകൾ ഗുണിച്ചാൽ ആ രണ്ടിൻ്റെയും റൂട്ട് പോകുമെന്ന് ആലോചിച്ചാൽ മതി. ഇത് തന്നെ വേറൊരു രീതിയിലും എഴുതാം. എന്തേ നോക്കി, √3ന്റെ സ്ക്വയർ എടുക്കാൻ പറഞ്ഞിരിക്കുവാണ്. √3ന്റെ സ്ക്വയർ എടുക്കാൻ പറഞ്ഞാൽ √3ഉം കൂടി ഗുണിക്കുക എന്നല്ലേ അതിന്റെ അർത്ഥം. √3ഉം കൂടി ഗുണിച്ചാൽ 3 അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ടത്, റൂട്ടിന്റെ ഒരു സ്ക്വയർ എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയി പോകുന്ന ആലോചിച്ചോളണം. അപ്പൊ ആൻസർ എത്ര കിട്ടും? 3. √5ന്റെ സ്ക്വയർ എടുക്കാൻ പറഞ്ഞാൽ 25 ആൻസർ അല്ല, ഈ റൂട്ട് പോകുന്ന ആലോചിച്ചാൽ മതി. ഉത്തരം എത്രയാണ്? 5. സ്ക്വയർ എടുത്താൽ റൂട്ട് പോയിക്കോളും, കേട്ടല്ലോ. √7ന്റെ സ്ക്വയർ എടുത്താൽ ആൻസർ എത്ര വരും? വേഗം പറ. 49 ആണോ? അല്ല, 7. √8ന്റെ സ്ക്വയർ എടുത്താൽ ആൻസർ എത്ര വരും? 8. √9ന്റെ സ്ക്വയർ എടുത്താൽ ആൻസർ എത്ര വരും? 9. ക്ലിയർ ആയില്ലേ? അപ്പൊ 2 കാര്യങ്ങൾ. √5ന്റെ സ്ക്വയർ എടുത്താൽ ആൻസർ എത്ര വന്നു? 5. ഈ സ്ക്വയർ ക്യാൻസൽ ആവുമെന്ന് ആലോചിച്ചാൽ മതി. അതുപോലെ √3ഉം കൂടി ഗുണിച്ചാലും ഈ റൂട്ട് പോയി ഉത്തരം എന്ത് വരും? 3 വരും. ഈ 2 കാര്യങ്ങളൊന്നും ഒരു ഓർത്തിരുന്നോളണം. ഇനിയാണ് നമ്മൾ ഈ മോഡലിലെ ഒരു ചോദ്യം ചെയ്യാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിക്കടാ, ഇതേ ശ്രദ്ധിച്ചോ. ഒരു ബ്രാക്കറ്റിന്റെ അകത്ത് √3 + 2, മറ്റൊരു ബ്രാക്കറ്റിന്റെ അകത്ത് √3 + 3. ഇത് ഓപ്പൺ ചെയ്യാനാണ്, അല്ലെങ്കിൽ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 2 ബ്രാക്കറ്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, 2 ബ്രാക്കറ്റുകളാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഈ ആദ്യത്തെ നമ്പർ എടുക്കുക, ആദ്യത്തെ നമ്പറുകൾ കൊണ്ട് 2 നമ്പറിനെയും ഇൻറ്റു ചെയ്യുക. എ കൊണ്ട് സിനെയും എ കൊണ്ട് ഡിനെയും. അപ്പോൾ എ കൊണ്ട് സിനെ ഇൻറ്റു ചെയ്യുമ്പോൾ AD പ്ലസ് എ കൊണ്ട് ഡിനെ ഇൻറ്റു ചെയ്യുമ്പോൾ AD. ഇനി അടുത്തത് ബി കൊണ്ട് ഇതിനെ 2നെയും ഇൻറ്റു ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ബി കൊണ്ട് സിനെ ഇൻറ്റു ചെയ്യുമ്പോൾ BC, ബി കൊണ്ട് ഡിനെ ഇൻറ്റു ചെയ്യുമ്പോൾ BD. കേട്ടല്ലോ, ഇത്രയും കാര്യം. പിന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. പ്ലസും കൂടി ഇൻറ്റു ചെയ്താൽ ആൻസർ പ്ലസ് ആണ്. മൈനസും കൂടി ഇൻറ്റു ചെയ്താൽ ആൻസർ പ്ലസ് ആണ്. പ്ലസും കൂടി ഇൻറ്റു ചെയ്താൽ ആൻസർ മൈനസ് ആണ്. തിരിച്ചാണെങ്കിലും മൈനസ് ആണ്. ഈ കാര്യങ്ങളൊന്നും ഓർത്തിരുന്നോളണം. ഇതുണ്ടെങ്കിൽ മാത്രമേ ഇത് പഠിക്കാൻ പറ്റൂ. എന്താണ്? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, ആദ്യത്തെ നമ്പർ കൊണ്ട് ഇതിന് 2നെ ഇൻറ്റു ചെയ്യുക, രണ്ടാമത്തെ നമ്പർ കൊണ്ട് ഇതിന് 2നെ ഇൻറ്റു ചെയ്യുക. പ്ലസും കൂടി ഇൻറ്റു ചെയ്താൽ പ്ലസ്, മൈനസും കൂടി ഇൻറ്റു ചെയ്താൽ പ്ലസ്, പ്ലസും മൈനസും ആണെങ്കിൽ മൈനസ്. ഇനി ഓപ്പൺ ചെയ്യാം ബ്രാക്കറ്റ്. സിമ്പിൾ പരിപാടി. കളർ മാറ്റാലടാ, കളർ മാറ്റിയാൽ കളറായിരിക്കും. നോക്കാം. √3 കൊണ്ട് ആദ്യം ഇത് 2നെ ഇൻറ്റു ചെയ്യുവാണേ, ശ്രദ്ധിച്ചോളണം. ആദ്യം നമുക്ക് ഇൻറ്റു ആയിട്ട് തന്നെ എഴുതാം. √3യും കൂടി ഇൻറ്റു ചെയ്യുവാണ്. ഇപ്പൊ √3 ഇൻറ്റു √3, കേട്ടല്ലോ. അടുത്തത് √3 കൊണ്ട് എന്തിനെ ഇൻറ്റു ചെയ്യാം? 3നെ ഇൻറ്റു ചെയ്യാം.
ഇതിന്റെ ചിഹ്നവും പ്ലസ് ആണ്, ഇതിന്റെ ചിഹ്നവും പ്ലസ് ആണ്. പ്ലസും പ്ലസും കൂടി ഇൻറ്റു ചെയ്താൽ പ്ലസ് ആണ് വരുന്നത്. അപ്പോൾ പ്ലസ് കിട്ടും. √3 കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടി? 3√3 എന്ന ആൻസർ കിട്ടി അല്ലേ? അല്ലെങ്കിൽ വേണമെങ്കിൽ അത് എഴുതാം. 3 × √3 ചെയ്യണം. രണ്ടാമത്തതും ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 2 കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യും. 2ന്റെ ചിഹ്നം പ്ലസ് അല്ലടാ. √3യുടെ ചിഹ്നം ഒന്നുമില്ലെങ്കിൽ പ്ലസ് ആണ്. ഇപ്പൊ പ്ലസും പ്ലസും കൂടി ഇൻറ്റു ചെയ്ത് ആൻസർ വരുന്നത് പ്ലസ് ആണ്. അത് എഴുതി നമ്മൾ ആദ്യം. 2ഉം √3യും കൂടി ഇൻറ്റു ചെയ്യണം. 2 × √3. ഇനി അടുത്ത ഇൻറ്റു ചെയ്യേണ്ടത് 2ഉം 3യും കൂടിയാണ് ഇൻറ്റു ചെയ്യേണ്ടത്. 2ന്റെ ചിഹ്നം പ്ലസ് ആണ്, 3ന്റെ ചിഹ്നം പ്ലസ് ആണ്. പ്ലസ് ഇൻറ്റു പ്ലസ് എത്രയാണ്? പ്ലസ് ആണ്. അപ്പൊ ആൻസർ 2 × 3 ചെയ്യുക. ആദ്യത്തെ ആയതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ പറക്കി എഴുതുന്നത്. നമുക്ക് അടുത്തതൊക്കെ എഴുതാതെ ചെയ്യാം. നേരത്തെ പറഞ്ഞ പരിപാടി. √3യും കൂടി ഇൻറ്റു ചെയ്താൽ എന്താണ്? 3. ഒരേ സാധനമല്ലേ? ഇനി പ്ലസ് 3ഉം √3യും കൂടി ഇൻറ്റു ചെയ്താൽ എന്താണ്? 3√3. പ്ലസ് 2ഉം √3യും കൂടി ഇൻറ്റു ചെയ്താൽ എന്താണ്? 2√3. പ്ലസ് 2ഉം 3യും കൂടി ഇൻറ്റു ചെയ്താൽ എന്താണ്? 6. എളുപ്പം, ഭയങ്കര എളുപ്പം. ഇനി ഇവിടെ നോക്കിയേ, നമ്പറുകൾ രണ്ടെണ്ണം ഉണ്ട്. നോക്കിയേ, 3ഉം 6ഉം. 3ഉം + 6ഉം. ആൻസർ എത്രയാണ്? 9. അടുത്ത് നോക്കിയേ, 3√3യും 2√3യും. എടാ രണ്ടും √3യിലെ സാധനങ്ങളാണ്. അപ്പൊ കൂട്ടാം അല്ലെ? 3√3യും 2√3യും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? മൊത്തം 3ഉം 2ഉം 5√3. 5√3. എളുപ്പമല്ലേടാ? ഭയങ്കര എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമല്ലേ? ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പഠിക്കണം. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ശ്രദ്ധിച്ചു. അപ്പൊ ശ്രദ്ധിച്ചോടെ, അടുത്ത പരിപാടിയൊക്കെ തന്നെ നോക്കിയേ. ഇത് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ആ സൈനും നോക്കുക, ഇൻറ്റും ചെയ്യുക. അപ്പൊ ആദ്യം 5 കൊണ്ട് ഇതിനെ രണ്ടിനെയും നമുക്ക് ഇൻറ്റു ചെയ്യാം. 5നെ √2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 5ന്റെ ചിഹ്നം പ്ലസ് ആണ്. ഒന്നുമില്ലെങ്കിൽ പ്ലസ് അല്ലടാ. √2ന്റെയും ഒന്നുമില്ലെങ്കിൽ പ്ലസ് അല്ലേ? അപ്പൊ 5ന്റെ ചിഹ്നം പ്ലസ് ആണ്, √2ന്റെയും ചിഹ്നം പ്ലസ് ആണ്. പ്ലസും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ പ്ലസ് ആണ്. പ്ലസ് ആയതുകൊണ്ട് എഴുതണ്ട അല്ലെ? ആദ്യമല്ലേ എഴുതണ്ട. അപ്പൊ 5ഉം √2ഉം കൂടി ഇൻറ്റു ചെയ്യണം. അത് ആദ്യം എഴുതിയേക്കാവുന്നു. 5√2 കേട്ടല്ലോ. അടുത്തത് 5ഉം -3യും കൂടി ഇൻറ്റു ചെയ്യണം. 5ന്റെ ചിഹ്നം പ്ലസ് ആണ്, 3യുടെ ചിഹ്നം മൈനസ് ആണ്. അപ്പൊ പ്ലസ് ഇൻറ്റു മൈനസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് വരും? മൈനസ് വരും. ചിഹ്നം നമ്മൾ ഇട്ടു. ഇനി എന്ത് ചെയ്യണം? 5ഉം 3ഉം കൂടി ഗുണിച്ചാൽ പോരെ? 5 × 3. അതും എഴുതി. അടുത്ത എന്ത് ചെയ്യണം? ഈ √2 കൊണ്ട് രണ്ടിനെയും ഇൻറ്റു ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ശ്രദ്ധിച്ചിരിക്കണം. നോക്കിയേ, ഈ √2ന്റെ ചിഹ്നം പ്ലസ് ആണ്, ഈ √2ന്റെ ചിഹ്നം എന്താണ്? അല്ല, ഈ √2ന്റെ ചിഹ്നം എന്താണ്? മൈനസ് ആണ്. ഈ √2ന്റെ ചിഹ്നം എന്താണ്? പ്ലസ് ആണ്. അപ്പൊ പ്ലസും മൈനസും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ എന്ത് ചെയ്യണം? മൈനസ് ഇട്ടു. ഇനി √2ഉം കൂടി ഇൻറ്റു ചെയ്യണമെന്നല്ലേ പറഞ്ഞേക്കണം? അപ്പൊ √2ഉം കൂടി നമ്മൾ ഇൻറ്റു ചെയ്തു, എഴുതി. ഇനി അടുത്തത് എന്താണ്? ഈ √2ഉം ഈ -3യും കൂടി. ഇവിടെയും മൈനസ്, ഇവിടെയും മൈനസ്. മൈനസ് ഇൻറ്റു മൈനസ് ചെയ്യുമ്പോൾ എന്താവും? അത് പ്ലസ് ആവും. മറന്നു പോകരുത്. ഇനി √2ഉം 3യും കൂടി ഇൻറ്റു ചെയ്യണം. അപ്പൊ √2 × 3 ചെയ്യാലോ. അപ്പൊ എന്ത് വരും? 5ഉം √2ഉം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 5√2 മൈനസ് 5ഉം 3ഉം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എത്രയാണ്? 15 മൈനസ് നേരത്തെ പറഞ്ഞു √2ഉം കൂടിയാണ് ഇൻറ്റു ചെയ്യുന്നത്. സെയിം ആണ്. അപ്പൊ √2 പോവും. ആൻസർ എത്രയാണ്? 2. പ്ലസ് √2ഉം 3യും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 3√2 രണ്ടാമത് എഴുതി കേട്ടോ. ഇനി ശ്രദ്ധിച്ചേ, ആദ്യം നമുക്ക് നമ്പർ കൂട്ടി എഴുതാം. ഇവിടെ ഏതൊക്കെ നമ്പർ ഉണ്ട്? ഒരു -15 ഉണ്ട്, ഒരു -2 ഉണ്ട്. ഈ രണ്ട് നമ്പറുകളല്ലേ ഉള്ളത്? -15ഉം -2ഉം കൂട്ടുമ്പോൾ എത്ര വരും? -17. രണ്ടും മൈനസ് ആണ്. അപ്പൊ മൈനസ് കൂട്ടിയിട്ട് അത് തന്നെ കേട്ടല്ലോ. അപ്പോൾ -17. ഇനി എന്താ വരുന്നത്? ഇവിടെ ഒരു 5√2 ഉണ്ട്, ഇവിടെ ഒരു 3√2 ഉണ്ട്. ഇതും പ്ലസ് ആണ്, അതും പ്ലസ് ആണ്. അപ്പൊ പ്ലസ് അല്ലേ? അപ്പൊ ഇതും √2 ആണ്, ഇതും √2 ആണ്. കൂട്ടാം. 5ഉം 3ഉം കൂടി കൂട്ടുമ്പോൾ എത്രയാണ്? 8√2. എളുപ്പമല്ലേടാ? ഭയങ്കര എളുപ്പമല്ലേ? ഒരെണ്ണം കൂടി ചെയ്യണം. ശ്രദ്ധിച്ചു. 5 - √5 ഇൻറ്റു 3 - √5. ചെയ്യാം. എളുപ്പമല്ലേ? ശ്രദ്ധിച്ചു. 5 - √5 ഇൻറ്റു 3 - √5. ആദ്യം 5 കൊണ്ട് ഇതിനെ രണ്ടിനെയും ഇൻറ്റു ചെയ്യാം. പറഞ്ഞു 5 × 3. ഒറ്റടിക്ക് എഴുതി പോവാം നമുക്ക്. 5 × 3 എത്രയാണ്? 15 എഴുതി. അടുത്തത് 5 കൊണ്ട് √5. √5ന്റെ ചിഹ്നം മൈനസും, ഇവിടെ പ്ലസും. പ്ലസ് ഇൻറ്റു മൈനസ് ചെയ്യുമ്പോൾ മൈനസ് വരും. 5ഉം √5ഉം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്താണ്? 5√5. ഒറ്റടിക്ക് എഴുതി നോക്കുവാണ്. എഴുതി. നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് ചെയ്തു പോക്കോ കേട്ടല്ലോ. അടുത്ത √5 കൊണ്ട് ഇതിനെ രണ്ടിനെയും ഇൻറ്റു ചെയ്യുവാണ്. √5 കൊണ്ട് ഇൻറ്റു ചെയ്യാം.
√5 കൊണ്ട് 3നെ ഇൻറ്റു ചെയ്യാം. അപ്പോൾ നോക്കി മൈനസും പ്ലസും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്താണ് മൈനസ്. അപ്പോൾ √5ഉം 3യും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 3√5 വരും അല്ലേ. അപ്പോൾ നമ്മൾ എഴുതി 3√5. അടുത്തത് -√5ഉം -√5ഉം കൂടി ഇൻറ്റു ചെയ്യണം. മൈനസും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ പ്ലസ് ആവും. √5ഉം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ √2ഉം കൂടി ഇൻറ്റു ചെയ്ത് 2 കിട്ടിയ പോലെ √5ഉം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും 5 കിട്ടും. വേണമെങ്കിൽ ഓരോ സ്റ്റെപ്പ് കൂടി ആദ്യം എഴുതിയിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്തത് ഇനി നമ്മൾ കൂട്ടാൻ പോവുകയാണ്. ദേ ഇവിടെ ഒരു 15 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്. 15 + 5 ആൻസർ എത്ര വന്നു 20. അടുത്തത് ഉള്ളത് നോക്കിയടാ -5√5ഉം -3√5ഉം ആണ് ഉള്ളത്. എന്ത് ചെയ്യണം? മൈനസ് ആയതുകൊണ്ട് രണ്ടും കൂടി കൂട്ടണം, എന്നിട്ട് മൈനസ് ഇട്ട് കൊടുക്കണം. അപ്പൊ 5√5ഉം 3√5ഉം കൂടി കൂട്ടുമ്പോൾ മൊത്തം എത്ര √5? 8√5 മൈനസ്. അപ്പൊ -8√5. അപ്പോൾ മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പഠിച്ചിരിക്കേണ്ട കാര്യം ഇത് ആദ്യം എല്ലാവർക്കും കൊടുക്കണം. പിന്നെ ആ മൈനസിന്റെ കേസ് പ്ലസും കൂടി ഇൻറ്റു ചെയ്താൽ പ്ലസ് ആണ്, പ്ലസും മൈനസും കൂടി ഇൻറ്റു ചെയ്താൽ മൈനസ് ആണ്, മൈനസും കൂടി ഇൻറ്റു ചെയ്താൽ പ്ലസ് ആണ്. ഈ 3 കാര്യങ്ങളും പഠിച്ചിരുന്നത് ഭയങ്കര എളുപ്പമാണ്. ചെയ്തു നോക്കുക. ഭയങ്കര എളുപ്പമല്ലേ? പിന്നെ അടുത്ത വീഡിയോ എടുക്കാം.